ഇന്നൊരു നാടൻ ചോറും കൂട്ടാനും കണ്ടാലോ. അപ്പോൾ ഇന്നിതാ ഞാൻ കുമ്പളങ്ങയും പരിപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരും ഒക്കെ കളഞ്ഞ് കഴുകി ഇതാ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് കഴുകിയിട്ട് ഇതാ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയും പരിപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് 4 വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് കോവക്കയാണ്. കോവക്ക അതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് വട്ടത്തിലാക്കിയിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടില്ലാതെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച കോവക്ക ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. എളുപ്പം വന്ന് കിട്ടും. നമ്മൾ നല്ല കനം കുറഞ്ഞിട്ടാണ് കോവക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചില ആൾക്കാർക്കൊന്നും കോവക്ക ഇഷ്ടമുണ്ടാവില്ല. ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കൊണ്ടിട്ടോ. അതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് ഇഷ്ടമില്ലാത്തവരും കഴിക്കും. പിന്നെ കുറച്ച് തേങ്ങ ചെറിയതും അതിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടതിന് പിന്നെ വീണ്ടും തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കോവയ്ക്കൊക്കെ വേവാനതിന് ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ എരിവിന്. ഈ മുളക് പൊടിൻ്റെ എരിവാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ നാവോലി മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറി ആയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുത്തു. അതൊന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ നരക്കാതെയാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വറുത്തേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നല്ല കുറുകിയ നല്ല അടിപൊളി കറിയാണ്. ചോറ് പിന്നെ കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പം കറികൾ ഉണ്ടാക്കുന്നത് മാത്രമാട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. കറികൾ ഉണ്ടാക്കാൻ അറിയാം, എന്നാലും പല ആൾക്കാരും പല രീതിയിലല്ലേ കുക്ക് ചെയ്യാം. അപ്പം എൻ്റെ റെസിപ്പീസാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ മീനും ഞാനിവിടെ ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ചീനച്ചട്ടിയിൽ മീൻ പൊരിച്ചെടുത്താലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് മീൻ മൊരിഞ്ഞ് കിട്ടും ചെയ്യും. നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളെ കറികളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വിളമ്പി കഴിക്കാനായി. അപ്പോൾ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറിയും മീൻ വറുത്തതും കോവക്കുപ്പേരിയും പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഉള്ളിയും പുളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ചമ്മന്തി അതും കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.